ഇത് ചരിത്രത്തിന്റെ കാവ്യനീതി. ലോകത്തിന്റെ പോലീസ് ചമയുന്ന വൈറ്റ് ഹൌസിലെ അധികാരികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ആ പഴയ കഥ വീണ്ടും ആഗോള ചർച്ചയാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ സമയപരിധി നിശ്ചയിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ടെഹ്റാനിൽ നിന്നും കേൾക്കുന്ന ആ ചിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ചിരിയിൽ ഒരു പരിഹാസമാണുള്ളത്. അതിലേറെ അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിന്റെ നട്ടല്ലൊടിച്ച ആ പഴയ മണൽക്കാറ്റിന്റെ ഇരമ്പലുമുണ്ട്. 1980 ഏപ്രിൽ 24 ആ കറുത്ത രാത്രിയിൽ ഇറാനിയൻ മരുഭൂമിയിലെ തബാസിൽ വെന്തുരുകിപ്പോയ അമേരിക്കൻ സൈനിക ഏകാധിപത്യത്തിന്റെ കഥ പറഞ്ഞ് ഇറാൻ ഇന്ന് ട്രംപിനെ നോക്കി പരിഹസിക്കുകയാണ്. തബാസ് ആവർത്തിക്കപ്പെടുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വെറും വാക്കല്ല, അത് പെന്റഗണിന്റെ ഉണങ്ങാത്ത മുറിവിൽ ഉപ്പ് പുരട്ടുന്ന കൊടും പകയുടെ ചരിത്രമാണ്. നമുക്ക് കുറച്ചൊന്ന് പിന്നിലേക്ക് പോകാം. 1979 തണുപ്പുള്ള നവംബർ മാസം ഇറാനിയൻ അമേരിക്കൻ എംബസി ഒരു കൂട്ടം വിപ്ലവകാരികളായ വിദ്യാർത്ഥികൾ പിടിച്ചെടുക്കുന്നു. 52 അമേരിക്കൻ പൗരന്മാർ ബന്ദികളാക്കപ്പെടുന്നു. ലോകത്തിനു മുന്നിൽ അമേരിക്കൻ കരുത്ത് ചോദ്യം ചെയ്യപ്പെട്ട നിമിഷം. ചർച്ചകൾ പരാജയം. സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ തളർത്തുന്നില്ല. ഒടുവിൽ അന്നത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒരു രഹസ്യ ഉത്തരവിൽ ഒപ്പിട്ടു. ഓപ്പറേഷൻ ഈഗിൾ ക്ലോ. ലോകത്തിലെ ഏറ്റവും മികച്ച കമാൻഡോ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സിനെ അണിനിരത്തി അത്യാധുനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും സജ്ജമാക്കി അമേരിക്ക നടത്തിയ ആ പുറപ്പാട് പക്ഷേ അവസാനിച്ചത് മരുഭൂമിയിലെ ചാരക്കൂമ്പാരത്തിലായിരുന്നു. ആകാശത്തെ കറുപ്പണിയിച്ച് 6 C-130 വിമാനങ്ങളും 8 RH-53D ഹെലികോപ്റ്ററുകളും പേർഷ്യൻ കടലിൽ നിന്നും ഇറാൻ ലക്ഷ്യമാക്കി പറന്നുയർന്നു. സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റത്തെ കരുത്തുമായി വന്ന അമേരിക്കൻ സൈന്യത്തിന് പക്ഷേ തബാസിലെ മണൽക്കാറ്റുകൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു ശത്രുവിനെ പോലും നേരിടുന്നതിന് മുൻപേ പ്രകൃതി അവർക്കെതിരെ പട നയിച്ചു. ആകാശത്ത് ഉയർന്നു പൊങ്ങിയ അതിശക്തമായ മണൽക്കാറ്റിൽപ്പെട്ട ഹെലികോപ്റ്ററുകളുടെ എഞ്ചിനുകൾ ഓരോന്നായി പണിമുടക്കി. കാഴ്ച മങ്ങി, ദിശ തെറ്റി. പരസ്പരം ബന്ധപ്പെടാൻ പോലും കഴിയാതെ അമേരിക്കൻ ആത്മവിശ്വാസം തബാസിലെ മണലിൽ തട്ടിച്ചിതറി. 8 ഹെലികോപ്റ്ററുകളിൽ 3 പാതി വഴിയിൽ തകർന്നു. അതോടെ ദൗത്യം ഉപേക്ഷിക്കാൻ വൈറ്റ് ഹൌസിൽ നിന്നും സന്ദേശമെത്തി. പക്ഷേ യഥാർത്ഥ ദുരന്തം അപ്പോഴാണ് സംഭവിക്കുന്നത്. പിന്മാറാനുള്ള വെപ്രാളത്തിനിടയിൽ ഒരു അമേരിക്കൻ ഹെലികോപ്റ്റർ തങ്ങളുടെ തന്നെ ഇന്ധന വിമാനത്തിലേക്ക് ഇടിച്ചു കയറി. തബാസ് മരുഭൂമിയിൽ അന്നൊരു അഗ്നിപർവ്വതം പൊട്ടിമുളച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ 8 ധീര സൈനികർ കത്തിയമർന്നു. ഭയന്നുപോയ ബാക്കി കമാൻഡോകൾ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളും രഹസ്യരേഖകളും മൃതദേഹങ്ങൾ പോലും അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്തു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചത് തകർന്നുപോയ അമേരിക്കൻ അഹങ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിലേക്കായിരുന്നു. ഇറാൻ റേഡിയോ അന്ന് ലോകത്തോട് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: ഇത് ദൈവത്തിന്റെ കാറ്റാണ്, അഹങ്കാരികളെ തകർക്കാൻ വീശിയടിച്ച ദൈവത്തിന്റെ സൈന്യം. ഇന്ന് 2026 നിൽക്കുമ്പോൾ ചരിത്രം വീണ്ടും ഒരു വട്ടം കൂടി കറങ്ങി വരികയാണ്. ഹൈഫയിൽ മിസൈലുകൾ പതിക്കുമ്പോൾ, ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും യുദ്ധക്കപ്പലുകൾ നിരക്കുമ്പോൾ ട്രംപിന്റെ മുന്നറിയിപ്പിന് ഇറാൻ നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. തങ്ങളുടെ വിവിധ എംബസികൾ വഴി തബാസ് സംഭവത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് അവർ അമേരിക്കയെ ട്രോളുകയാണ്. മിസ്റ്റർ പ്രസിഡന്റ്, പഴയ ചരിത്ര പുസ്തകങ്ങളൊന്നും മറിച്ചു നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇറാന്റെ പരിഹാസം. തബാസിലെ ആ മണൽക്കാറ്റുകൾ ഇന്നും മരിച്ചിട്ടില്ല എന്നും ഇറാന്റെ മണ്ണിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏത് അധിനിവേശ ശക്തികൾക്കും കാത്തുവച്ചിരിക്കുന്നത് ഒരു ശവപ്പറമ്പാണ് എന്നും ടെഹ്റാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പകയുടെയും പ്രതികാരത്തിന്റെയും പുതിയൊരു അധ്യായം കൂടി പേർഷ്യൻ കടലിന്റെ ആഴങ്ങളിൽ എഴുതപ്പെടുകയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്റെ വൈറ്റ് ഹൌസിൽ ഇരുന്ന് ചൊവ്വാഴ്ച വരെ സമയം നിശ്ചയിക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഹൃദയഭാഗങ്ങൾ തകർക്കുമെന്ന് ആക്രോശിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേയൊരു ചോദ്യമാണ്: അമേരിക്കയുടെ ഈ മുരൾച്ചയ്ക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമോ? അതോ തബാസ് മരുഭൂമിയിൽ അന്ന് സംഭവിച്ചതുപോലെ ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം കുറിക്കുമോ? ചരിത്രം വെറും ഒരു ഓർമ്മപ്പെടുത്തലല്ല, അതൊരു മുന്നറിയിപ്പാണ് എന്ന് ഇറാൻ വിളിച്ചു പറയുമ്പോൾ ട്രംപിന്റെ ഭീഷണികൾ വെറും ജലരേഖയാവുകയാണ്. ഇറാന്റെ പവർ പ്ലാന്റും പാലങ്ങളും തകർക്കുമെന്ന് പറയുന്നവർ ഒന്ന് മനസ്സിലാക്കണം: ഇത് പഴയ ഇറാൻ അല്ല. അത്യാധുനിക മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും ലോകത്തെ ഏത് ലോകശക്തിയെയും വിറപ്പിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ പോരാളിയുടെ നാടായി ഇറാൻ മാറിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇറാന്റെ എംബസികൾ ലോകരാജ്യങ്ങളിലെല്ലാം അമേരിക്കയെ പരിഹസിച്ചുകൊണ്ട് പുറത്തുവിടുന്ന ആ ചിത്രങ്ങൾ വെറുമൊരു തമാശയല്ല. അത് അമേരിക്കയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവായ ഓപ്പറേഷൻ ഈഗിൾ ക്ലോയുടെ ഓർമ്മപ്പെടുത്തലാണ്. അന്ന് തബാസിലെ മണൽക്കാറ്റിൽപ്പെട്ട് കരിഞ്ഞുപോയ അമേരിക്കൻ സൈനികരുടെ പ്രേതങ്ങൾ ഇന്നും പെന്റഗന്റെ ഇടനാഴികളിൽ അലയുന്നുണ്ട് എന്ന് ഇറാൻ പറയാതെ പറയുന്നു. ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ ഇറാൻ ചെയ്തത് എന്താണ്?
അവർ ഭയന്നോടി ഒളിവിൽ പോയില്ല. പകരം ഇസ്രായേലിലെ ഹൈഫയുടെ ഹൃദയത്തിലേക്ക് തങ്ങളുടെ മിസൈലുകൾ തൊടുത്തുവിട്ടു. ഒരു താമസ സ്ഥലത്ത് മിസൈൽ പതിച്ച് 2 പേർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അമേരിക്കയോടും അവരുടെ സഖ്യകക്ഷികളോടുമാണ്. തൊട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കും. 4 പേർക്ക് പരിക്കേറ്റു. ഇനിയും അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഹൈഫയിലെ ആ തീജ്വാലകൾ യഥാർത്ഥത്തിൽ ട്രംപിനുള്ള ഇറാന്റെ മറുപടിയാണ്. അമേരിക്ക ഭയക്കുന്നത് ഹോർമൂസ് കടലിടുക്കിനെയാണ്. ലോകത്തിലെ മൊത്തം എണ്ണക്കടത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ആ ചെറിയ കടൽപാത അടച്ചാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക അടിത്തറ അതോടെ ഇല്ലാതാകും. പെട്രോളും ഡീസലും ഇല്ലാതെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇരുട്ടിലാകും. ആ ഒരൊറ്റ തുറുപ്പുചീട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇറാൻ ട്രംപിനെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ പവർ പ്ലാന്റുകൾ തകർത്താൽ ഞങ്ങൾ ലോകത്തിന്റെ തന്നെ ഇന്ധന പ്രവാഹം അങ്ങ് തടയും എന്നാണ് ഇറാന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനു മുൻപ് പലതവണ അമേരിക്ക ഇറാന് നേരെ പടക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വേഗതയ്ക്ക് മുന്നിൽ അവർക്ക് പിന്തിരിയേണ്ടി വന്നിട്ടുമുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക ഡ്രോണുകളെ ഇറാന്റെ ആഭ്യന്തര സാങ്കേതിക വിദ്യ കൊണ്ട് താഴെയിറക്കിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അമേരിക്കയ്ക്ക് ഇനി എന്തു സംഭവിക്കും? ചരിത്രം ആവർത്തിക്കാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം ഇറാൻ എന്ന രാജ്യം യുദ്ധം ചെയ്യുന്നത് അവരുടെ മണ്ണിലാണ്. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് താനും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും ആഗോള സാമ്പത്തിക തകർച്ചയും ട്രംപിനെ നന്നായി അലട്ടുന്നുമുണ്ട്. വെറുമൊരു വീരവാദം കൊണ്ട് ഇറാനെ തളർത്താൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. 1980 ഒരു മണൽക്കാറ്റിനു മുന്നിൽ തോറ്റുപോയ അമേരിക്കൻ സൈന്യത്തിന് ഇന്ന് ഇറാന്റെ ആയിരക്കണക്കിന് മിസൈലുകളെ നേരിടുക എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. യുദ്ധം തുടങ്ങിയാൽ അത് അമേരിക്കയുടെ പതനത്തിന്റെ തുടക്കമാകുമെന്ന് ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു. തബാസിൽ അന്നു പെയ്തത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് അവർ ഇന്നും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ആകാശം നിറയെ ഇറാനിയൻ മിസൈലുകളായിരിക്കും അമേരിക്കയെ കാത്തിരിക്കുന്നത്. സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ഇപ്പോൾ ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ ലക്ഷ്യമാകുമോ എന്ന പേടിയിലാണ് അവർ. ട്രംപിന്റെ ചൊവ്വാഴ്ചയിലെ സമയപരിധി അടുക്കുംതോറും മിഡിൽ ഈസ്റ്റിലെ ഓരോ മണൽത്തരിയും വിറയ്ക്കുകയാണ്. അമേരിക്കയ്ക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന സൂചനകളാണ് നയതന്ത്ര ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. നേരിട്ടുള്ളൊരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ അത് വിയറ്റ്നാമിനേക്കാളും അഫ്ഗാനിനേക്കാളും വലിയൊരു ചതിക്കുഴിയായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇറാന്റെ ആത്മവിശ്വാസം വാനോളമാണ്. അവർക്ക് അവരുടെ സൈന്യത്തിലും സാങ്കേതിക വിദ്യയിലും അതിലുപരി അവരുടെ ചരിത്രത്തിലും വിശ്വാസമുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നവർ ആവർത്തിക്കുമ്പോൾ, ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ അവർ പുഞ്ചിരിക്കുമ്പോൾ ലോകം ഒരു പുതിയ അധികാര സമവാക്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമേരിക്കയുടെ ആധിപത്യം തകരുന്നതും ഇറാന്റെ കരുത്ത് ഉയരുന്നതും ഈ മണൽക്കാടുകളിൽ നമ്മൾ കണ്ടേക്കാം. അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ട്രംപ് പിന്മാറുമോ അതോ ലോകം കത്തിയെരിയുന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? തബാസ് മരുഭൂമിയിലെ ആ കരിഞ്ഞ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്ന് വൈറ്റ് ഹൗസിന് മുന്നിൽ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. ഇതാണ് പുതിയ കാലത്തെ യുദ്ധം. ഇവിടെ തോക്കുകളേക്കാൾ ശക്തി ചരിത്രത്തിനാണ്. ആയുധങ്ങളെക്കാൾ കരുത്ത് നിലപാടുകൾക്കാണ്. ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ? ട്രംപിന്റെ ചൊവ്വാഴ്ചയിലെ സമയപരിധി അവസാനിക്കുമ്പോൾ പവർ പ്ലാന്റുകൾ കത്തുമോ? അതോ അമേരിക്കയുടെ മറ്റൊരു കപ്പൽ കൂടി കടലിന്റെ അടിത്തട്ടിലേക്ക് താണു പോകുമോ? ഏതായാലും ഒന്നുറപ്പാണ്, പേർഷ്യൻ കടലിലെ തിരമാലകൾക്ക് ഇപ്പോൾ പ്രതികാരത്തിന്റെ മണമാണ്. അമേരിക്കയുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഇറാന്റെ പക്കൽ തബാസിലെ ആ കറുത്ത രാത്രിയുടെ പകയുണ്ട്. കാത്തിരുന്നു കാണാം ഈ പടയൊരുക്കം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന്.